കാശ്മീരിലെ ഡോഡയിൽ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ ഏറ്റുമുട്ടലിൽ ക്യാപ്റ്റൻ ഉൾപ്പെടെ 5 സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു. വിഷയത്തിൽ ബിജെപിക്കെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ. വാർത്തയുടെ വിശദാംശങ്ങളുമായി രാഗേഷാണ് ചേരുന്നത്. രാഗേഷ്, ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തമടക്കം തീവ്രവാദ സംഘടന ഏറ്റെടുത്തിരുന്നു. ഇപ്പോഴും ഈ തീവ്രവാദികൾ ആ പ്രദേശത്ത് തുടരുന്നു എന്നാണോ സൈന്യത്തിന്റെ വിലയിരുത്തൽ? അഭിലാഷ്, ഭീകരർക്കായുള്ള തെരച്ചിൽ 3-ാം ദിനവും തുടരുകയാണ്. കാരണം മിനിഞ്ഞാന്നാണ് തിങ്കളാഴ്ച വൈകിട്ട് 7:45 കൂടിയാണ് ആക്രമണം ഉണ്ടാകുന്നത്. അതായത് ഭീകരർ ഉറവാഗി വനത്തിൽ ഉണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ സേന തെരച്ചിൽ നടത്തുന്നു. സുരക്ഷാ സേനയ്ക്ക് നേരെ ഭീകരർ ആക്രമണം നടത്തുന്നു. ഇതിനിടയിലാണ് 5 സൈനികർക്ക് വീരമൃത്യു വരിച്ചത്. അതായത് ആദ്യം ഏറ്റുമുട്ടലുണ്ടാകുന്നു, തുടർന്ന് ഇത് വനമേഖലയാണ്. വനമേഖലയിലേക്ക് കടക്കുകയായിരുന്നു ഭീകരർ. പക്ഷെ അവരെ പിന്തുടർന്നു. ഈ പിന്തുടർന്നതിനിടയിലാണ് ആക്രമണം ഉണ്ടാവുകയും ചെയ്തത്. ഏതായാലും അതിനുശേഷം ഇപ്പോൾ 3-ാം ദിനത്തിലേക്ക് കടന്നിരിക്കുന്നു തെരച്ചിൽ. ഇന്നലെ രാത്രി ഈ പ്രദേശം, ഭീകരർ തമ്പടിച്ചിരിക്കുന്ന പ്രദേശത്ത് 2 ഇടങ്ങളിലായി ഏറ്റുമുട്ടലുണ്ടായി. ഏതാണ്ട് കുറച്ചു നേരമാണ് ഈ വെടിവെപ്പ് നീണ്ടു നിന്നതെന്നാണ് സൈനിക വൃത്തങ്ങൾ ഇപ്പോൾ ഏതായാലും വ്യക്തമാക്കുന്നത്. പക്ഷേ സൈന്യം ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഭീകരർ തമ്പടിച്ചിരിക്കുന്ന കേന്ദ്രങ്ങൾ ഏതായാലും മനസ്സിലാക്കി കഴിഞ്ഞു. സ്വാഭാവികമായും കൂടുതൽ സേന അവിടേക്ക് എത്തുന്നു എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ പക്ഷേ സമയമെടുക്കാൻ ഒരു കാരണമായി വിശദീകരിക്കുന്നത്, ഒന്ന്, ഇത് വനപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഭീകരർ ഈ വനത്തിനുള്ളിലാണ് ഒളിച്ചിരിക്കുന്നത്. അതാണ് ഈ സൈനിക നടപടിക്ക് കാലതാമസം എടുക്കുന്നത് എന്നുകൂടി സൈന്യം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ആശങ്കപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം ജമ്മുവിലേക്ക് ഭീകരർ കേന്ദ്രീകരിക്കൂ എന്നുള്ളതാണ്. കാരണം ജമ്മു കശ്മീരിൽ കാലങ്ങളായി സുരക്ഷാ സേന അല്ലെങ്കിൽ അധിക വിന്യാസമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൽ കൂടുതലായി സേനയെ വിന്യസിച്ചിരുന്നത് കശ്മീരിലാണ്, കശ്മീർ താഴ്വരയിലാണ്. പക്ഷേ സമീപകാലത്തുണ്ടായ എല്ലാ ആക്രമണങ്ങളും നടന്നിട്ടുള്ളത് ജമ്മു മേഖലയിലാണ്. ഡോഡ എടുക്കുകയാണെങ്കിൽ തന്നെ ഡോഡയിൽ ഇതുവരെ കഴിഞ്ഞ 3 ആഴ്ചക്കിടയിൽ ഉണ്ടാകുന്ന 3-ാമത്തെ ആക്രമണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജമ്മുവിൽ കൂടുതൽ ഭീകരർ കേന്ദ്രീകരിക്കുന്ന സാഹചര്യം കൂടി ഇപ്പോൾ ഏതായാലും നിലവിലുണ്ട്. രാഗേഷ്, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലഘട്ടത്തിലടക്കം ബിജെപിയുടെ പ്രധാന അവകാശവാദങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഈ തീവ്രവാദ ആക്രമണങ്ങളുടെ എണ്ണം കുറഞ്ഞു, രാജ്യം കൂടുതൽ സുരക്ഷിതമായി എന്നുള്ളത്. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവിയൊക്കെ എടുത്തു മാറ്റിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഉൾപ്പെടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടിരുന്നത് ഇതാണല്ലോ. അപ്പോൾ രാഷ്ട്രീയമായി ഈ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ഏത് തരത്തിലുള്ള ചർച്ചകൾക്കാണ് വഴി തുറന്നിട്ടുള്ളത്? അഭിലാഷ്, ഇപ്പോൾ മൊത്തത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അഭിലാഷ് സൂചിപ്പിച്ചു പറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമീപകാലത്ത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും സമാധാനപരമായാണ് ജമ്മു കശ്മീരിൽ പൂർത്തിയായത്. അതിനുശേഷം പക്ഷേ അങ്ങനെ ആയിരുന്നില്ല സാഹചര്യം. തുടർച്ചയായി ഭീകരാക്രമണങ്ങൾ സംസ്ഥാനത്ത് കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കശ്മീരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതിൽ തന്നെ 7 ആക്രമണങ്ങൾ ജമ്മുവിൽ നടക്കുമ്പോൾ കശ്മീർ താഴ്വരയിൽ, കശ്മീർ മേഖലയിൽ ഒരു ഭീകരാക്രമണം മാത്രമാണ് നടന്നത്. അതാണ് സൂചിപ്പിച്ചത് ഭീകരർ ജമ്മു താവളമാക്കുന്നു അല്ലെങ്കിൽ ജമ്മുവിൽ കൂടുതൽ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളത്. ഏതായാലും അതിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾ അത്രയും. കാരണം കഴിഞ്ഞ 32 മാസത്തെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ കശ്മീരിൽ മാത്രം കൊല്ലപ്പെട്ടത്, വീരമൃത്യു വരിച്ചത് 50 സൈനികരാണ്. അപ്പോൾ സുരക്ഷാ കാര്യത്തിൽ അല്ലെങ്കിൽ ആഭ്യന്തര സുരക്ഷയിൽ വലിയ പാളിച്ച പറ്റുന്നു സർക്കാരിന്. അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല, ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന വിമർശനമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത്. പ്രത്യേകിച്ച് കോൺഗ്രസ് ഈ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു. ജമ്മു കശ്മീരിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായ PDPയും അക്കാര്യം ആവർത്തിച്ചു കഴിഞ്ഞു. ഏതായാലും കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ, രാജ്യസുരക്ഷ അടക്കമുള്ള വിഷയത്തിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും സൈനിക വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് കൃത്യമായി പരിശീലനം ലഭിച്ച അതിർത്തി കടന്നെത്തിയ ഭീകരരാണ് ഇപ്പോൾ ആക്രമണത്തിന് പിന്നിൽ. അവർ കഴിഞ്ഞ കാലങ്ങളിലായി, കഴിഞ്ഞ മാസങ്ങളിലൊക്കെയായി തന്നെ കശ്മീരിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അവരാണ് ഈ ആക്രമണങ്ങൾക്കെല്ലാം പിന്നിൽ എന്നാണ് ഇപ്പോൾ ഏതായാലും സൈനിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് രാഗേഷ് പങ്കുവച്ചത്.